ബഹുമാന്യരെ, തിരുവനന്തപുരം സൗഹൃദ സാഹിതിയുടെ പ്രതിമാസ സമ്മേളനം ആരംഭിക്കുകയാണ്. ആദ്യമായിട്ട് കവിയരങ്ങാണ്, കഥാകവിയരങ്ങാണ്. ഈ കഥാകവിയരങ്ങിൻ്റെ അധ്യക്ഷനായിട്ട് ആറ്റുകാൽ ഓമനക്കുട്ടനെ ക്ഷണിക്കുന്നു. സെക്രട്ടറി GS പിള്ള സാർ, പ്രസിഡന്റ് മോഹനേന്ദ്രൻ നായർ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, കവിയരങ്ങ് ഉടൻ ആരംഭിക്കുന്നതാണ്. ആദ്യമായി കവിത ചൊല്ലുന്നതിന് നമ്മുടെ പ്രിയ സുഹൃത്ത് ഡോക്ടർ പ്രഭാകരൻ പയ്യാടക്കനെ ക്ഷണിക്കുന്നു. അധ്യക്ഷനും സഭയ്ക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഇവിടെ ചൊല്ലുന്ന കവിത കഴിഞ്ഞ ആഴ്ച രചിച്ച ഞങ്ങളുടെ NSSൻ്റെ യൂണിറ്റിന് വേണ്ടി രചിച്ച മന്നത്ത് പത്മനാഭനെ പറ്റിയുള്ള ഒരു കവിതയാണ്. മന്നത്താചാര്യൻ എന്നാണ് ശീർഷകം കൊടുത്തിരിക്കുന്നത്. നിത്യദാരിദ്ര്യത്തിൻ്റെ ഈറ്റില്ലത്തിൽ സത്യധർമ്മത്തിൻ്റെ പാത തെളിയിച്ചു, കർമ്മലോകത്തിൻ്റെ വീതിയിലൂടവേ നന്മമരമായി വളർന്ന ആചാര്യൻ, മാതൃസ്നേഹത്തിൻ്റെ അമൃത് നുകർന്ന് നേതൃസ്ഥാനത്തെത്തിയ ദിവ്യാത്മൻ, പാലൂട്ടും മാതൃത്വം പാരിൻ്റെ സത്യമായി ഭൂലോകർ മുമ്പാകെ എത്തിച്ച ആചാര്യൻ, സാമൂഹ്യ മാറ്റത്തിൻ കൈത്തിരിയുമായി സാമുദായികാനാചാരത്തിൻ അന്ധത മാറ്റി സാഹോദര്യത്തിൻ നാഭ കൊളുത്തി, സംഘടിക്കൂ ശക്തരാവൂ സമുദായമേ എന്ന് ഉച്ചത്തിൽ ഉദ്ഘോഷിച്ച മന്നത്തരജാ, സാദര പ്രണാമം ശ്രേഷ്ഠപാദങ്ങളിൽ. ക്ഷേത്ര കവാടം അവർണർക്കു തുറന്നു, ഉത്തരവാദ ഭരണത്തിനായി കേണു, കർമ്മ നിരതമാം ജീവിത പന്ഥാവിൽ പത്മശ്രീയും നേടി ഭാരത കേസരി. ബദ്ധശ്രദ്ധനായി വിദ്യാഭ്യാസത്തിലും ദുർവ്യയ ദുർവൃത്തി ദുർനടത്തങ്ങളെ ദുർഭൂതം പോലവേ ദൂരത്താക്കിയോൻ, കാലാതിവർത്തിയാം ദർശന സൂക്തങ്ങൾ ജീവിക്ക ഞങ്ങളിൽ എപ്പോഴും എപ്പോഴും. നന്ദി, നമസ്കാരം. NSSനെ കുറിച്ച് വളരെ മനോഹരമായി കവിത ചൊല്ലിയ ഡോക്ടർ പ്രഭാകരൻ പയ്യാടക്കന് നന്ദി. അടുത്തതായി അനിൽകുമാറാണ് ചൊല്ലുന്നത്. ആദരണീയനായ അധ്യക്ഷൻ, മറ്റ് ഗുരുജനങ്ങളെ, എൻ്റെ പേര് അനിൽകുമാർ. എൻ്റെ സ്ഥലം വട്ടിയൂർക്കാവ് നെട്ടയമാണ്. ഞാനിവിടെ ആദ്യമായിട്ടാണ്. ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന കവിതയുടെ പേര് ജാതകദോഷം എന്നാണ്. ജാതിരഹിത സമൂഹം നിർമ്മിക്കാൻ ഇറങ്ങി പുറപ്പെട്ട നമ്മൾ ഇന്നെവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പുതിയതായി ജാതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ ഇതിലെ പൊള്ളത്തരങ്ങളെക്കുറിച്ചാണ് ഞാൻ ജാതകദോഷം എന്ന കവിതയിൽ പറയാനായി ശ്രമിക്കുന്നത്. ജാതിയില്ലാത്തൊരു ജാതകം തേടിയിട്ട്
ലോകത്തിലാകെ അലഞ്ഞെങ്കിലും കാലത്തിലെങ്ങുമേ കണ്ടതില്ല, പരലോകത്തിലെങ്കിലും കണ്ടിരിക്കാം. പള്ളിക്കൂടത്തിലും ജാതി വേണം, പിന്നെ ഏറെ പഠിക്കുവാൻ ജാതി വേണം. പണിയൊന്നു നേടുവാൻ ജാതി വേണം, പിന്നെ ജോലിക്കയറ്റത്തിനായി വേണം. പെണ്ണിനെ കെട്ടുവാൻ വേറെയില്ല പണി, മണ്ണിലും വിണ്ണിലും ജാതി തന്നെ. കുട്ടിക്കും പട്ടിക്കും കൂട്ടിരിക്കുന്നോർക്കും കൂട്ടുകാർ തമ്മിലും ജാതിയുണ്ട്. മെമ്പറായിടുവാൻ ജാതി വേണം, മന്ത്രിയായിടാൻ മതവും വേണം. പേരിനു മുന്നിലും ജാതി വേണം, പേരിനാൽ തന്നെ മതവും തിരിയണം. പേരിനാൽ തന്നെ കുലവും തെളിയണം, പേരിലൂടെ തന്നെ ആഢ്യനായിടണം. പേരിലെ വാലിനാൽ വേരു ചികയണം, പേരറിഞ്ഞാൽ തന്നെ വേരുറപ്പിക്കണം. കുടിക്കുന്ന വെള്ളത്തിൽ ജാതി നോക്കി, നഖത്തിനടിയിൽ മതവും നോക്കി. പുരപ്പുറത്തേറിയിട്ട് കൂകി വിളിക്കുന്നു, പൊള്ളയായുള്ളതാം കാര്യം പറയുന്നു. കണ്ണട പൊട്ടിച്ചെറിയുന്നതെന്നാവോ, അന്ധതയ്ക്കറുതി വരുന്നതുമെന്നാവോ. അന്ധക്കരണം തെളിയുന്നതെന്നാവോ, മാവേലിത്തറ കാണുന്നതെന്നാവോ. വളരെ നന്നായി കവിത ചൊല്ലി. അദ്ദേഹത്തിന് നന്ദി. മാരുന്നല്ലൂർ സ്തുതിയാണ് അടുത്തതെന്ന് നേരത്തെ പറയാൻ വിട്ടുപോയി. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആരാധ്യരെ, വേദിയിലെയും സദസ്സിലെയും പ്രിയമുള്ളവരെ, ഓമനക്കുട്ടൻ സാർ, ചന്ദ്രമോഹൻ സാർ, പിള്ള സാർ, പ്രിയരെ, എല്ലാവർക്കും ആദ്യമായി പുതുവർഷ ആശംസകൾ നേർന്നു. എൻ്റെ ഇന്നത്തെ കവിത കാവലാൾ എന്നാണ്. ഈ കാവലാൾ എഴുതാൻ ഒരു കാര്യമുണ്ടായി. 2 ആഴ്ച മുമ്പ് എന്നോടൊപ്പം പഠിച്ച 10ാം ക്ലാസ് വരെ എന്നോടൊപ്പം പഠിക്കുകയും പിന്നെ കോളേജിലേക്ക് ഞാൻ പോകുമ്പോൾ അദ്ദേഹം TTCക്കും ഒക്കെ പോയ എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് മരണപ്പെട്ടു. അപ്പോൾ നമുക്കും എല്ലാം സമയമായിരിക്കുന്നു എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് എൻ്റെ മനസ്സിൽ വന്നത്. അങ്ങനെയാണ് ഈ കാവലാൾ എന്ന കവിത ഞാൻ എഴുതിയത്. പൂക്കാലമെന്നിൽ പൊരിഞ്ഞു പോയി, കാലദൈർഘ്യത്തിൻ നര വീണു മുന്നിൽ. ഓർമ്മതൻ ചാരത്തിരുന്നു ഞാനും സൗഹൃദമാകെ ഓർത്തെടുത്തു. പൂക്കാലമെന്നിൽ ചൊരിഞ്ഞുപോയി, കാലദൈർഘ്യത്തിൻ നര വീണു മുന്നിൽ. ഓർമ്മതൻ ചാരത്തിരുന്നു ഞാനും സൗഹൃദമാകെ ഓർത്തെടുത്തു. കൗമാരമിന്നോ കനവു മാത്രം, യൗവനം മാറി കരിഞ്ഞ പൂവായി. ഇന്നവ താഴമ്പു പോലൊരോർമ്മ തേൻതുള്ളിയായി തെളിഞ്ഞു ഹൃത്തിൽ. കൗമാരമിന്നോ കനവു മാത്രം, ഇന്നവ താഴമ്പു പോലൊരോർമ്മ തേൻതുള്ളിയായി തെളിഞ്ഞു ഹൃത്തിൽ. ശിശിരം പൊഴിഞ്ഞു മറഞ്ഞ പോലെ, ചിലരൊക്കെ നോവിൻ ചിതയൊരുക്കി കാണാത്ത ലോകത്തിൽ യാത്രയായി. സ്വപ്നത്തിൽ മാത്രം തെളിഞ്ഞിടുന്നു ജീവിതഭാരം അടുത്തടുത്തിന്നിതാ. ചിലരൊക്കെ നോവിൻ ചിതയൊരുക്കി കാണാത്ത ലോകത്തിൽ യാത്രയായി. സ്വപ്നത്തിൽ മാത്രം തെളിഞ്ഞിടുന്നു ജീവിതഭാരം അടുത്തടുത്തിന്നിതാ.
വേദറ്റ വേദന തീ പടർത്തി പാതിയായി ജീവൻ പകുത്തെടുത്തോൾ ചാരത്തു ചാരമായി ഇന്നു മാറി ശൂന്യത മുന്നിൽ വാ പിളർന്നു. ആകത്തളർന്നി ശരശയ്യയിൽ ആനന്ദമില്ലാതഴലുപോലെ തീക്കാറ്റു വീശുമി സായന്തനങ്ങൾ. ബന്ധുക്കളായെത്തി സൗഹൃദങ്ങൾ ആത്മാവുണർത്താൻ അവരു കൂടി. കാലമേ നിന്നെ തിരഞ്ഞു ഞാനും പിന്നിലേക്ക് മനം നിലാവു തേടി. വാർമഴവില്ലു തെളിഞ്ഞ കാലം വാടാതെ ഓർത്തെടുത്തു സായാഹ്ന സന്ധ്യതൻ വർണ്ണരാജി. ഗാന്ധാരി തൻ മുന്നിൽ എന്ന പോലെ അന്യമായിരുന്നു എനിക്കു മുന്നിൽ. കാണാക്കയത്തിൽ ആഴ്ന്ന പോലെ കാലം കടങ്കഥ മാത്രമായി കാമനയാകെ കൊഴിഞ്ഞു മാറി. വാർദ്ധക്യമെന്നിൽ വളർന്നു നിൽപ്പു വാടിക്കൊഴിയുവാനായിരിപ്പു. കൂടെ നടന്നവർ കൂടെ പഠിച്ചവർ കാലദൈർഘ്യത്തിൻ കനവു നിറച്ചവർ ഒക്കെയും ഇന്നോരോർമ്മയായി. ഈ യുഗയാത്രയിൽ യാത്ര പോയി കലികാല ചിന്തകൾ കാലദൈർഘ്യങ്ങളിൽ കാമാതുരരായി തിളച്ചിടുമ്പോൾ കരതെറ്റിയൊഴുകുന്ന പുഴകളെ പോലവേ പിഴുതെറിയുന്നു സച്ചിന്തകളൊക്കെയും. പുകയുന്നു പൂത്ത വികാരം കൊഴിഞ്ഞതാ. പുണരുവാനാകാതെ ധരയിൽ അന്യമായി കാലങ്ങൾ തീർത്ത കറുത്ത പാടൊക്കെയും. കാരാഗൃഹങ്ങൾ പോൽ ജീവിത വീഥിയിൽ ഇന്നത്തും നാളെയോ വന്നെത്തുമൊരു ദിനം. കാലപാശത്തിൽ കുരുക്കു വീഴാൻ കാണാതലയുന്നു ഏകനായി. കാലപാശത്തിൽ കുരുക്കു വീഴാൻ കാണാതലയുന്നു ഏകനായി. കൂരുരുൾ തുന്നിയോരി ജീവിതധാരയിൽ കാവലാളായി പിടഞ്ഞിടുന്നു. നന്ദി, നമസ്കാരം. അനിവാര്യ സത്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന മനോഹരമായ കവിത മാരനല്ലൂർ സുധിക്ക് നന്ദി. അടുത്തത് അജിത്ത് വട്ടപ്പാറയാണ്. അധ്യക്ഷനവറുകളെ, വേദിയിലിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ഒരു പ്രണയ കാവ്യമാണ്. എല്ലാവരും ഈ സാഹചര്യം കടന്നു വന്നതുകൊണ്ട് ഈ പ്രണയ കാവ്യത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കണം. പ്രണയത്തിൻ സാഫല്യം നിമിഷങ്ങൾ തോറും മധുരിക്കും മോഹമാം കാവ്യങ്ങളായി. പ്രണയത്തിൻ സാഫല്യം നിമിഷങ്ങൾ തോറും മധുരിക്കും മോഹമാം കാവ്യങ്ങളായി. ഹൃദയത്തിൻ സംഗീത പ്രണയഭാവങ്ങളിൽ കടലിൻ തിരകൾ പോലലയടിക്കും. കടലിൻ തിരകൾ പോൽ അലയടിക്കും. പ്രണയത്തിൻ സാഫല്യം നിമിഷങ്ങൾ തോറും മധുരിക്കും മോഹമാം കാവ്യങ്ങളായി. ദിവ്യ സ്വർഗീയമാം മോഹങ്ങൾ പുൽകി കളിവഞ്ചി തുഴയുന്നു ആകാശഗംഗയിൽ. ദിവ്യ സ്വർഗീയമാം മോഹങ്ങൾ പുൽകി കളിവഞ്ചി തുഴയുന്നു ആകാശഗംഗയിൽ. ഹൃദയത്തുടുപ്പിൻ്റെ സ്പന്ദന രൂപമായി ഹൃദയത്തുടുപ്പിൻ്റെ സ്പന്ദന
മോഹനരൂപമായി അനുരാഗലഹരികൾ കുളിർമയായെത്തും, അനുരാഗലഹരികൾ കുളിർമയായെത്തും. വസന്തവും ശിശിരവും ഹൃദയമായി മാറും, അഭിമാന ദിനമായി ഹേമന്തകാലവും. വസന്തവും ശിശിരവും ഹൃദയമായി മാറും, അഭിമാന ദിനമായി ഹേമന്തകാലവും. വർഷകാലം മാറി വർഷം കൊഴിയുമ്പോൾ ഒരു സ്വപ്നജാലകവാതിൽ തുറന്നിടും, ഒരു സ്വപ്നജാലകവാതിൽ തുറന്നിടും. പ്രണയത്തിൻ സാഫല്യം നിമിഷങ്ങൾ തോറും മധുരിക്കും മോഹമാം കാവ്യങ്ങളായി, മധുരിക്കും മോഹമാം കാവ്യങ്ങളായി. വിഷുപക്ഷി തൻ പ്രണയമോഹതീരങ്ങൾ ഉദയാസ്തമയമായി ഉണരും പ്രതീക്ഷകൾ ഹംസമായി തീരുന്നു പുഷ്പങ്ങൾ നിത്യം, ഹംസമായി തീരുന്നു പുഷ്പങ്ങൾ നിത്യം. അകതാരിൽ നിറയുമ തേൻകനിയായി, അകതാരിൽ നിറയുമ തേൻകനിയായി. തളിരിടും പുലരിതൻ മഞ്ഞുകണങ്ങളിൽ പുലർകാല സ്പന്ദനം സ്മരണയിൽ നിറയും. അതിഥിയായെത്തുന്ന ആശതൻ നിറകുടം അഭിമാന ഹൃദയത്തിൻ അലകളാൽ നിറയുന്നു, അഭിമാന ഹൃദയത്തിൻ അലകളായി നിറയുന്നു. പ്രണയത്തിൻ സാഫല്യം നിമിഷങ്ങൾ തോറും മധുരിക്കും മോഹമാം കാവ്യങ്ങളായി, മധുരിക്കും മോഹമാം കാവ്യങ്ങളായി. നന്ദി, നമസ്കാരം. കവിത അവതരിപ്പിച്ച അജിത്ത് വട്ടപ്പാറയ്ക്ക് നന്ദി. പ്രസന്ന മേനോനാണ്. പ്രിയ സദസ്യരെ, സഹോദരരെ, സഹൃദയരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് വൈദേഹി എന്ന കവിതയാണ്. ഈ പുഴയോരത്തിൽ ഈറൻ സന്ധ്യയിൽ ഈണത്തിൽ പാടുന്ന പൂങ്കുയിലേ, നീലനിശീഥിനി നീരാളപ്പട്ടുമായി നിദ്രാവിഹീനയായി വന്നു. സീതയെ തേടി അലഞ്ഞു, നീലനിശീഥിനി നീരാളപ്പട്ടുമായി നിദ്രാവിഹീനയായി വന്നു. സീതയെ തേടി അലഞ്ഞു. ആരണ്യമധ്യത്തിൽ മൈഥിലി ദേവിയെ എന്തേ ലക്ഷ്മണൻ കൈയൊഴിഞ്ഞു. ആലംബഹീനയായി വിജനമാം വീതിയിൽ വൈദേഹിയാകെ തളർന്നു. ഇന്ദ്രനീല മിഴികളിലൂടെ ബാഷ്പധാര ഒഴുകിയോ, ഇന്ദ്രനീല മിഴികളിലൂടെ ബാഷ്പധാര ഒഴുകിയോ. ചന്ദ്രബിംബ സമാനമാനനം തണ്ടൊടിഞ്ഞ താമരപ്പൂവോൽ ആടിയാടി ഉലഞ്ഞു. മാകന്തത്തോപ്പിലെ മകരന്തം പോലും മധുനുകരാതെ മയങ്ങി വീണു. മാകന്തത്തോപ്പിലെ മകരന്തം പോലും മധുനുകരാതെ മയങ്ങി വീണു. കർണികാരം പൂക്കൾ കൊഴിച്ചു, കായാമ്പൂ വാടിക്കരിഞ്ഞു.
ചേതോ ഹരിയവൾ പൂഞ്ചേലത്തുമ്പാ മിഴിനീർ മെല്ലെ തുടച്ചു നീക്കി. ചേതോ ഹരി അവൾ പൂച്ചേലത്തുമ്പാൽ മിഴിനീർ മെല്ലെ തുടച്ചു നീക്കി. നീലശില പാളിയിൽ ചാരി പോയിപ്പോയ കാലത്തിൻ ഓർമ്മയിൽ മുങ്ങി. പോയിപ്പോയ കാലത്തിൻ ഓർമ്മയിൽ മുങ്ങി. നീലശില പാളിയിൽ ചാരി പോയിപ്പോയ കാലത്തിൻ ഓർമ്മയിൽ മുങ്ങി. കളകളം പാടുന്ന സരയുവിൻ തീരത്തു കൈകോർത്തു നമ്മൾ നടന്നപ്പോൾ ഒരു ചെറു മൺതരി അറിയാതെ അന്നെൻ്റെ മിഴിയിൽ വന്നു പതിച്ചപ്പോ. ആര്യപുത്രന്റെ പൂഞ്ചേല കൊണ്ടൻ കണ്ണിലെ കരടങ്ങു മാറ്റിയില്ലേ, മിഴിനീറൂപ്പി കളഞ്ഞില്ലേ. കല്ലോലിനിയുടെ കൽപ്പടവിൽ നാം കഥകൾ പറഞ്ഞങ്ങിരുന്ന നേരം കൈക്കുമ്പിള കുളിർജലം കോരി കുടിക്കുന്ന നേരത്തൻ കൈക്കുമ്പിളാകെ തണുത്തപ്പോൾ. കുളിർജലം കോരി കുടിക്കുന്ന നേരത്തൻ കൈക്കുമ്പിളാകെ തണുത്തപ്പോൾ. ഞാൻ തഴമ്പുള്ളൊരാ കൈത്തലം കൊണ്ടെൻ്റെ കൈകളിൽ ചൂടു പകർന്നില്ലേ. ഞാൻ തഴമ്പുള്ളൊരാ കൈത്തലം കൊണ്ടെൻ്റെ കൈകളിൽ ചൂടു പകർന്നില്ലേ. എല്ലാം മറന്നു എന്നെ മറന്നു പ്രിയനാഥൻ എന്നെ മറന്നു. എന്തുകൊണ്ടോ പ്രിയദേവൻ എന്നെ മറന്നു. എന്തുകൊണ്ടോ പ്രിയദേവൻ എന്നെ മറന്നു. രജകന്റെ വാക്കുകൾ വിശ്വസിച്ചോ, അതോ മന്ധര വീണ്ടും വന്നുവെന്നോ. രജകന്റെ വാക്കുകൾ വിശ്വസിച്ചോ, അതോ മന്ധര വീണ്ടും വന്നുവെന്നോ. എന്തുകൊണ്ടോ പ്രിയദേവരെന്നെ കൈയൊഴിഞ്ഞോ. ദോഹദകാലത്തിൻ ആലസ്യത്താൽ വേപതുഗാത്രയായി നിന്നപ്പോൾ ആദിമഹാകവി വാൽമീകി മാമുനി ആദരവോടെ അരിയിലെത്തി. സാന്ത്വന വാക്കുകൾ ഓതി രാമകഥാശേഷം ചൊല്ലിയപ്പോൾ മൂടുപടം തെല്ലുയർത്തി ദേവി. സാദരം കാണികൾ കൂപ്പി നിന്നു. രാമകഥാശേഷം ചൊല്ലിയപ്പോ മൂടുപടം തെല്ലുയർത്തി ദേവി. പാണികൾ സാദരം കൂപ്പി നിന്നു. ഭാവസാന്ദ്രമായി കവിത ചൊല്ലിയ പ്രസന്ന മേനോന് നന്ദി. KR രവീന്ദ്രൻ നായർ ഒരു കഥ ചൊല്ലും. സുഹൃത്തുക്കളെ, ചെറിയ കഥയാണ്. കഥയുടെ പേര് വാരഫലം.
തിങ്കളാഴ്ച രാവിലെ ജോലിക്ക് പോകാൻ റെഡിയായി വെളിയിൽ വന്നപ്പോൾ ഭാര്യ വിളിച്ചു പറഞ്ഞു, ചേട്ടാ സൂക്ഷിക്കണേ, ഈ ആഴ്ച വാരഫലം മോശമാണ്, ധനനഷ്ടം, മാനഹാനി, സൂക്ഷിക്കണം കേട്ടോ. ശ്രദ്ധിച്ചോളാമെന്ന് പറഞ്ഞ് ഞാൻ ഓട്ടോയിൽ കയറി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അതാ സഹപ്രവർത്തകൻ രാജ്യത്തിനുള്ള മുന്നിൽ. രമേശ, ഞാനത്തെ അവധി വരികയില്ല, ചിട്ടി കാശ് 1000 രൂപയുണ്ട്, ഇത് നമ്മളെ ചിട്ടി ശശിയെ ഏൽപ്പിക്കണം. ഇത് പറഞ്ഞവൻ രൂപ എൻ്റെ പോക്കറ്റിൽ തിരികെ പോയി. ജയന്തി ജനത വന്നു. ഞാൻ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറിയിരുന്നു. യാത്രക്കാരിൽ കൂടുതൽ പേരും ഹിന്ദി സംസാരിക്കുന്നതായിരുന്നു. കമ്പാർട്ട്മെൻറ്റിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ചെറിയങ്കീഴ് കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ 2 വയസ്സുള്ള കുട്ടിയുമായി കയറി വന്നു. സ്ത്രീയുടെ മുഖം അല്പം മുമ്പ് കരിഞ്ഞ പോലെ ലക്ഷണമുണ്ടായിരുന്നു. കുട്ടിയെ എൻ്റെ സീറ്റരികിൽ ഞാൻ പിടിച്ചിരുത്തി. കൊല്ലം എത്തിയപ്പോൾ 3-4 പേർ അവിടെ ഇറങ്ങി. സ്ത്രീക്ക് സീറ്റ് കിട്ടി. അവർ കുട്ടിയെ വാങ്ങി അവളുടെ മടിയിലിരുത്തി. ഞാൻ പ്രഭാത ഭക്ഷണം കഴിക്കാൻ തയ്യാറെടുത്തു. ഒരു ഇഡ്ഡലി എടുത്ത് പാത്രത്തിൻ്റെ അടുപ്പിൽ വെച്ച് അല്പം ചട്ടി ചേർത്ത് ഞാൻ ആ കുട്ടിക്ക് നീട്ടി. ആ സ്ത്രീ അത് വാങ്ങി കുട്ടിക്ക് കൊടുത്തു. ഞാൻ കൈ കഴുകി സീറ്റിൽ വന്നിരുന്നു. അവർ പാത്രത്തിൻ്റെ അടപ്പ് കഴുകി തിരികെ തന്നു. ഞാനത് ടോയ്ലറ്റിൽ പോയി വരാം, കുഞ്ഞോട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ പോയി. കരുനാഗപ്പള്ളി കഴിഞ്ഞു, അവർ വന്നില്ല. ഓച്ചറയായി, അവർ വന്നില്ല. എനിക്ക് കായംകുളത്ത് ഇറങ്ങണം. അവിടുന്ന് എറണാകുളം ഷട്ടിലിൽ കയറി ഹരിപ്പാട്ട് ഇറങ്ങണം. ആ സ്ത്രീയെ ഞാൻ അവിടേക്ക് അന്വേഷിച്ചു. അവളൊരു പൊടി പോലുമില്ല. ട്രെയിൻ കായംകുളത്തെത്തി. ആ കുട്ടിയെ എനിക്ക് ഒറ്റയ്ക്കവിടെ ആക്കിയിട്ട് പോകാൻ മനസ്സ് വന്നില്ല. കൂടെയുള്ളവർ പറഞ്ഞു, കുട്ടിയെ എടുത്ത് പോലീസിനെ ഏൽപ്പിച്ചാൽ മതി. ഞാൻ കുട്ടിയെ എടുത്ത് പുറത്തിറങ്ങി പോലീസിനെ അന്വേഷിച്ച് നടന്നു. പെട്ടെന്ന് എവിടെ നിന്നറിയില്ല ആ സ്ത്രീയും 2-3 തടിമാടന്മാർ ഓടി വന്ന്, കുട്ടിയെ തട്ടിക്കൊണ്ട് എവിടെ പോകുന്നതാ, പിടിച്ചവനെ എന്ന് പറഞ്ഞ് ബഹളം കൂട്ടി. ആ സ്ത്രീ ഇടയിൽ കുട്ടിയെ കയ്യിൽ വാങ്ങി. ഞാൻ പറഞ്ഞു, നിങ്ങളെ ഞാൻ അവിടെ എല്ലാം അന്വേഷിച്ചു, കാണാത്തത് കൊണ്ട് കുഞ്ഞിനെ പോലീസിൽ ഏൽപ്പിക്കാൻ പോവുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. ഇതിനിടയിൽ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറേ, അവിടെ 10,000 കൊടുത്താൽ അവരെ പറഞ്ഞു വിട്ടേക്കും, ഇനി പോലീസ് വന്നാൽ ഇവരുടെ കൂടെ നിൽക്കും. ഞാൻ എൻ്റെ കയ്യിൽ 1000 രൂപയേ ഉള്ളൂ, അത് കൊടുക്കാം എന്ന് അയാളോട് പറഞ്ഞു. അയാൾ പറഞ്ഞു, ഞാനൊന്ന് പറഞ്ഞു നോക്കാം. ഇത് പറഞ്ഞ അയാൾ അവരുമായി സംസാരിച്ചിട്ട് വന്ന് പറഞ്ഞു, സാറ് 1000 രൂപയ്ക്ക് തന്നേ, ഞാൻ അവരെ പറഞ്ഞു വിടാം. ഇത് പറഞ്ഞ അയാൾ അവരെ വിളിച്ചോണ്ട് പോയി. ഞാനൊരു ദീർഘനിശ്വാസം വിട്ട് എറണാകുളം ഷട്ടിൽ പിടിക്കാനായി ഓവർ പിടിച്ച് കയറിപ്പോയി. അപ്പോൾ ഭാര്യ പറഞ്ഞ കാര്യം മനസ്സിൽ തികട്ടി വന്നു. ധനനഷ്ടം, മാനഹാനി എന്ന ബാലഫലം. താങ്ക് യു. കഥ അവതരിപ്പിച്ച രവീന്ദ്രൻ നായർക്ക് നന്ദി.